നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. 10,000 രൂപയ്ക്ക് ഒരു നല്ല ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഐക്യുവിന്റെ C9 ലൈറ്റ്. സോ ഈ ഒരു ഫോണിന്റെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ചാർജറും സംഭവങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു 5 വാട്ട് 2 ആംപിയർ അല്ല 5 വാട്ട് 3 ആംപിയറിന്റെ ഒരു അഡാപ്റ്ററും ടൈപ്പ് സി ചാർജിങ് കേബിളും ആണ് കൂടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കേസും കൂടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫോണിലേക്ക് വരുവാണെങ്കിൽ ഈ കാണുന്ന 3 കളേഴ്സിലാണ് നമുക്ക് ഫോൺ കിട്ടുന്നത്. ഇനി ഫോണിന്റെ ലുക്കും കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഒരു ഐക്യുവിന്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ 2 ക്യാമറയാണ് വരുന്നത്. സോ ക്യാമറയിലേക്ക് നമുക്ക് പിന്നീട് വരാം. സ്പീക്കറും കാര്യങ്ങളും വരുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല, ഒരു മോണോ സ്പീക്കറാണ്. നമ്മുടെ ഇയർ പീസിന്റെ അവിടെ ആയിട്ട് ഈ മോഡലായിട്ടാണ് സ്പീക്കർ വരുന്നത്. പിന്നീട് നമുക്ക് താഴെ ഒരു 3.5mm ഓഡിയോ ജാക്കും കാണാൻ പറ്റും. നമ്മുടെ വയർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും കാണാൻ പറ്റും, മൈക്കും കാണാൻ പറ്റും. ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ്. അത്യാവശ്യം ഫാസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇതൊരു 5G ഫോണാണ്. 5G ഫോൺ എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വോയിസ് ഓവർ ന്യൂ റേഡിയോ എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതായത് ഈ ഒരു 5G സിം ഇട്ടിട്ട് നമ്മൾ ഈ ഫോണിൽ നിന്ന് കോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്തിട്ട് ആദ്യം നമ്മുടെ കണ്ടുപോകുന്നത് ഈ ഒരു വാട്ടർ ഡോപ്പ് നോച്ചിലേക്കായിരിക്കും, മുകളിൽ കാണുന്ന ഈ ഒരു നോച്ച്. സോ എനിക്ക് പേഴ്സണലി അത് അത്ര ഇഷ്ടമല്ല. എങ്കിലും നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അത് അത്ര ഒരു വലിയ കുറവായിട്ട് പറയാനും പറ്റില്ല. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഒരു 90 ഹെർട്സിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് നമുക്ക് 840 നിറ്റ്സ് ആണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഔട്ട്ഡോറിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫോണിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. MediaTek Dimensity 6300 ഒരു പ്രോസറാണ് ഇത് വരുന്നത്. ഇതൊരു ഓക്കെ പ്രോസർ എന്ന് പറയാം. നിങ്ങൾക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, യൂട്യൂബ്, പിന്നെ അത്യാവശ്യം കോളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ഡെയിലി ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് പ്രൈമറി ഫോണായിട്ടും സെക്കൻഡറി ഫോണായിട്ടും ഇത് ചൂസ് ചെയ്യാം. പിന്നെ ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ ബ്ലോട്ടോയ്സ് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ആപ്ലിക്കേഷൻസ് അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണൊക്കെ കുറച്ച് വൃത്തിയാവും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതിൽ ഉണ്ടോ നോക്കിയിട്ട് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിയാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു 10,000 രൂപയ്ക്ക് താഴെ കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഒരു 5000 mAh ബാറ്ററി നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 5 വാട്ട് 3 ആംപിയറിന്റെ നോർമൽ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്കിതൊരു 1.5 ദിവസം സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 10,000 രൂപയ്ക്ക് താഴെ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ തരുന്ന ഒരേ ഒരു ഫോണാണ് ഐക്യുവിന്റെ ഈ ഒരു C9 ലൈറ്റ്. അത്യാവശ്യം ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഒന്ന് വെള്ളം നനഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് പൊടിയൊക്കെ അടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അത് അത്രയ്ക്ക് ഫോണിനെ അഫക്ട് ചെയ്യില്ല. പിന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ മാക്സിമം റെസൊല്യൂഷൻ വരുന്നത് 1440 ആണ്. അതായത് 2K വീഡിയോസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. വിത്ത് 60 FPS ഒരു ഫ്രെയിം റേറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ക്യാമറയിലേക്ക് വരാം. മെയിൻ ക്യാമറ വരുന്നത് 50 MB സോണിയുടെ AI ക്യാമറയാണ്. പിന്നെ 2 MB ഒരു ബൊക്കെ ക്യാമറയും വരുന്നുണ്ട്. അത് കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ക്യാമറയുടെ വീഡിയോയുടെ റേഷ്യോ വരുവാണെങ്കിൽ 1080 30 FPS വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. 60 FPS ഒന്നും കിട്ടില്ല. നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും കൂടി നോക്കണം. ഈ പോർട്രേറ്റ് മോഡിൽ തന്നെ കുറെ ഫിൽറ്റേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. ഐക്യു കുറെ ഫിൽറ്റേഴ്സും ലൈറ്റ് എഫക്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പോർട്രേറ്റ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ ഫോണിൽ എടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കാം. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ആണ് വരുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ Android 16 വരെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഫോണിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടെ നമുക്ക് ബാറ്ററി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഐഫോണിൽ കണ്ടുവരുന്ന പോലെ തന്നെ ബാറ്ററി ഹെൽത്ത് എത്ര ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 100% ആണ് വന്നിരിക്കുന്നത്. ഇത് 100, 99, 98 എന്ന് പറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഏകദേശം തീരുമാനമായെന്നാണ് അതിന്റെ അർത്ഥം. സോ അങ്ങനെ നമുക്കത് അറിയാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നോർമൽ യൂസറിന് വലിയ ഹെവി ടാസ്കുകളൊന്നും ഇല്ലാതെ ഒരു നോർമൽ യൂസിന് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ഫോണാണ് ഐക്യുവിന്റെ C9 ലൈറ്റ്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ആമസോണിൽ 10,500 രൂപ എന്നൊക്കെ റേറ്റ് കാണും. ചിലപ്പോൾ അത് കുറയും, 500 രൂപ കൂടി കുറഞ്ഞൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 9,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റും. അതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ്.